നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2025 ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 2025 ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് മിഥുനമാസം 18-ാം തീയതിയാണ്. മിഥുനമാസം 18-ാം തീയതി വരെ ഇത്രയും പെട്ടെന്നായി. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢമാസം 11-ാം തീയതിയാണ്. സൂര്യോദയ സമയം, അതായത് 2025 ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:11, അസ്തമയ സമയം വൈകുന്നേരം 6:40. ഉദയാൽപരം തിഥി സപ്തമി തിഥിയാണ്. സപ്തമി തിഥി ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:02 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് അഷ്ടമി തിഥി ആരംഭിക്കുകയാണ്. അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:02 മുതൽ അഷ്ടമി തിഥിയാണ് ആരംഭിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക. ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്ര നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ബുധനാഴ്ച ഉച്ചയോടടുത്ത സമയം 11:09 വരെ ഉണ്ട്. 11:09 മുതൽ പിന്നെ അത്ത നക്ഷത്രമാണ് ആരംഭിക്കുക. അപ്പോൾ ഉത്രം മുക്കാൽ നക്ഷത്ര സമയമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:09 വരെ. അപ്പോൾ ഉത്രം മുക്കാൽ തീർന്നു കഴിഞ്ഞാൽ കന്നിക്കൂറിലെ അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രം ആരംഭിക്കുകയാണ്. അപ്പോൾ അത്തം നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:09 അത്തം നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:52. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:09 മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1:52 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അത്ത നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത്ത നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പരിവർത്തന രാജയോഗം വന്നു ചേരുന്നുണ്ട്. കാരണം ചന്ദ്രനും ബുധനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ നിൽക്കുന്ന ഭാവം നോക്കുമ്പോൾ 11-ാം ഭാവമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നേട്ടമാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഈ സമയത്ത് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ അത്തം നക്ഷത്ര ജാതകർക്ക് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാല്, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് ജൂലൈ 1, 2, 3 ദിവസങ്ങളിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണെന്ന് വീഡിയോ ഞാൻ ചെയ്തു തന്നിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് പേരൊക്കെ കേൾക്കുന്നുള്ളൂ, മതി. കുറച്ച് പേരൊക്കെ രക്ഷപ്പെടട്ടെ. കേൾക്കുന്നവരൊക്കെ ഈ കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞു. കാലാവസ്ഥ പറഞ്ഞ് ജൂൺ 26 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അവസാനത്തെ ദിവസങ്ങളിൽ 3 ദിവസം സൂക്ഷിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ 26-ാം തീയതിയോടുകൂടി മഴ അങ്ങ് ശമിച്ചു. ഇപ്പോൾ മഴയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ചന്ദ്രന് പക്ഷബലമുള്ള സമയമാണിപ്പോൾ. അതുകൊണ്ട് കാലാവസ്ഥ പ്രതികൂലമാകത്തില്ല. എന്നാൽ ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് പ്രതികൂലമായ കാലാവസ്ഥയും അതുപോലെ തന്നെ ഒരു 3-ാം ലോക മഹായുദ്ധം വരെ നടക്കാനുള്ള പ്രതികൂലമായ സമയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നേരത്തെ ചെയ്യും. അപ്പോൾ അതൊക്കെ പ്രിയപ്പെട്ടവർ കേട്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ജീവിക്കണം. എന്ന് പറഞ്ഞാൽ ഈ പ്രതികൂല സമയങ്ങളിലൊക്കെ വീട്ടിലൊക്കെ ഓരോ ചടങ്ങുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്രമീകരിക്കരുത്. സമയമോശം ആകുന്ന സമയമൊക്കെ നോക്കിയൊക്കെ മനസ്സിലാക്കി വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പം അതിഭയങ്കരമായ മഴയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയമൊക്കെ നോക്കി മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും, ജ്യോതിഷം മാത്രമല്ല സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് വീഡിയോ 2, 3, 4 വീഡിയോ ഒക്കെ ഒരു ദിവസം വരുമ്പോൾ ചിലർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. എന്തിനാ അത്രയും വീഡിയോ ഒക്കെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക എന്നുള്ള ഒരു കടമയുടെ ഭാഗമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ഉച്ചയോടടുത്ത സമയം 11:09 വരെ. 11:09 മുതൽ അത്ത നക്ഷത്രം ആരംഭിക്കുന്നു. അത്ത നക്ഷത്രം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:52 വരെ ഉണ്ടായിരിക്കും. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അത്ത നക്ഷത്ര ജാതകരാണെന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഇനി ബുധനാഴ്ച ദിവസം ഉത്രം നക്ഷത്രം 11:09 വരെ സ്വാധീനിക്കുന്നുണ്ട്. ഉത്തര നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും ഒക്കെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി കാണുമല്ലോ. കഴിഞ്ഞ അധ്യായത്തിൽ കൂടി അതൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ.
അപ്പോൾ 11:09 മുതൽ അത്തം നക്ഷത്രം സ്വാധീനിക്കുന്നു. അത്തം നക്ഷത്രം അടുത്ത ദിവസം ഉച്ചവരെ ഉണ്ടല്ലോ. അപ്പോൾ അത്തം നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ അത്തം നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതിനാൽ ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകയിരം, ഉത്രം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അവരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരും. ജീവിത വിജയം ഉണ്ടാകുന്ന സമയമാണ്. ജീവിതാഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ജീവിതാഭിവൃദ്ധി, ജീവിത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി, ഉന്നമനം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് തുടക്കം ഇടുന്ന സമയമായിരിക്കും. ഒരു നല്ല അനുഭവം കൊണ്ടല്ലേ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അനുകൂലമായ ദിവസങ്ങളിലാണ് സംഭവിക്കുക. അതാണ് അവരുടെ ജീവിത വിജയത്തിൻ്റെ ഉതകുന്ന ഒരു ദിവസം. ജീവിത വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പറ്റുന്ന അനുകൂലമായ ഒരു ദിവസമാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങൾ നോക്കി വേണം ചെയ്യുവാൻ. അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. അപ്പോൾ അതാണ് അതിൻ്റെ നേട്ടം. ഇപ്പോൾ ഇവിടെ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലെ അനുകൂലമായ ദിവസങ്ങളിലൊക്കെ വേണം ഇപ്പോൾ ഒരു ചിട്ടി കൂടുക. ആ ചിട്ടി കൃത്യമായിട്ട് അടച്ചു പോകാൻ പറ്റും. ആ ചിട്ടി പിടിച്ച് സ്വർണം മേടിക്കുകയോ അല്ലെ പിള്ളേരെ കെട്ടിച്ചു വിടാനോ അവരെ പഠിപ്പിക്കുവാനോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തുടക്കം കുറിക്കണം. അതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. ജീവിത വിജയം കിട്ടുന്ന എന്ത് കാര്യം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ചെയ്തെടുക്കുക. അങ്ങനെ പടിപടിയായിട്ട് ജീവിത വിജയം നേടുക. ഇപ്പോൾ ഇത് ജ്യോതിഷപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കൂടി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് അതൊക്കെ വീഡിയോ ഭയങ്കര ദൈർഘ്യം കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി വീണ്ടും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പഴയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തെടുത്തൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുതിയതായിട്ട് ഈ ജ്യോതിഷ വീഡിയോ ഒക്കെ കേൾക്കാൻ വരുന്നവർക്ക് വേണ്ടി വീണ്ടും അതൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അപ്രകാരമുള്ള വീഡിയോകളൊക്കെ ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:09 മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1:52 വരെ അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രപ്രകാരം ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകയിര, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇതേ സമയം ഈ അത്തം നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് പൂരം, ആയില്യം, പുണർദം, കുംഭക്കുറിപ്പെട്ട, അവിട്ടം, ചതയം, പൂർട്ടാതി ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മനോവിഷമം, മനക്ലേശം അല്ലെങ്കിൽ ശത്രുത, ഏതെങ്കിലും വിധത്തിൽ ടെൻഷൻ അടിക്കാനുള്ള നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പോൾ ആ നിസ്സാര കാര്യമാണെങ്കിലും അത് ടെൻഷൻ അടിപ്പിക്കും, നമ്മളെ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നു ഒക്കെ. അങ്ങനെ നമുക്ക് ഒരു സുഖക്കുറവൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രതികൂലമായ അനുഭവങ്ങളാൽ. അങ്ങനെ നമ്മൾക്ക് ഈ നക്ഷത്ര സമയം നമുക്ക് തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. ചിലപ്പോൾ നിസ്സാര ഒരു കാര്യത്തെ ചൊല്ലി പറഞ്ഞ് വലിയൊരു വിഷയമായി തീർന്ന് അത് ജീവിതത്തിലൊരു വലിയ ഭാരമായി മാറും. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എത്തിച്ചേരാതെ സൂക്ഷിക്കുക. മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു നിസ്സാര പ്രശ്നം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം തകർന്നു പോകാം. ഒരു നിസ്സാര വിഷയം മതി. അതിനെ നമ്മൾ ബലൂൺ പോലെ ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയം കൊണ്ട് ആ ബലൂൺ പൊട്ടുന്നത് പോലെ ഈ ജീവിതവും പൊട്ടും. അപ്പോൾ അതാണ് മനുഷ്യജീവിതം. അപ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ ജീവിതം, ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നരക ജീവിതമായി മാറും. നമ്മളാണ് നമ്മുടെ ജീവിതത്തെ എത്രയും ശോഭനമാക്കുവാൻ ശ്രമിക്കേണ്ടത്, മറ്റാരും തന്നെയല്ല. നമ്മൾ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോയാൽ നമുക്ക് തീർച്ചയായിട്ടും സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും. പലരുമൊക്കെ പറയും എൻ്റെ ജീവിതം എന്ന് പറയുന്നത് കണ്ണുനീരാണ്, ഞാൻ ജനിച്ചപ്പോൾ മുതൽ മരണം വരെയും കണ്ണുനീര് മാത്രമാണ് കുടിച്ചത്. ഒരു ശരിയായിരിക്കും. ചിലപ്പോൾ സമയദോഷം കൊണ്ടൊക്കെ അങ്ങനെ ജനിച്ച സമയത്തെ ഗ്രഹങ്ങളെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അനുകൂലമായ ഗ്രഹസ്ഥിതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണുനീര് കുടിക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അതെങ്കിലും അവർക്കൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അനുസരിച്ച് വേണ്ടേ മുമ്പോട്ട് പോകാൻ. അങ്ങനെ പറഞ്ഞു കൊടുത്താലും ചെയ്യാത്തവരുണ്ട്. അവർക്കൊന്നും പിന്നെ അപ്പോൾ അവർക്ക് നമ്മളെന്താണ് അല്ലെങ്കിൽ അവരിത് അനുഭവിക്കാനുള്ളത്, അതുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്ന് നമ്മളും പറയും. അപ്പോൾ അങ്ങനെ അനുസരിച്ചൊക്കെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. നമ്മളാരും ഈ ഭൂമിയിലെ ഒരു കാര്യവും അവനവൻ്റെ ജീവിതത്തിന് വേണ്ടി കണ്ടുപിടിക്കുന്നില്ല.
മറ്റൊരാൾ കണ്ടുപിടിച്ചതാണ് നമ്മൾ ഉപയോഗിക്കുന്നതും ഉപകരിക്കുന്നതുമൊക്കെ. ഇപ്പം നമ്മളിവിടെ ടി വി കാണുന്നു, നമ്മൾ കണ്ടുപിടിച്ചില്ല. ബസ് യാത്ര ചെയ്യുന്നു, ബസ് നമ്മൾ കണ്ടുപിടിച്ചില്ല. മനുഷ്യനാണ് കണ്ടുപിടിച്ചതെന്ന് പറയാനല്ല, അവനവൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ടൊരു സിനിമാ പാട്ട് പോലും നമ്മൾ എഴുതുന്നുമില്ല, നമ്മളതിന് ട്യൂൺ കൊടുക്കുന്നില്ല. പക്ഷേ വേറൊരാൾ അത് എഴുതി ആ പാട്ട് പാടുന്നു, ആ പാട്ട് കേട്ട് നമ്മൾ സായുജ്യമടയുന്നു. അങ്ങനെയാണ് മനുഷ്യജീവിതം. അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:09 മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:52 വരെ ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകരം, ഉത്രം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങളും, പൂരം, ആയില്യം, പുണർദം, കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ, 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങളും ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പിന്നെ പറയാൻ പോകുന്നത് ബുധനാഴ്ച ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശുഭസമയം അറിയണമല്ലോ. അപ്പോൾ ശുഭസമയം പറഞ്ഞുതരാം. ബുധനാഴ്ച രാവിലെ 6:11 മുതൽ 10:41 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:36 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. വീണ്ടും ഉച്ചകഴിഞ്ഞ് 1:41 മുതൽ 4:41 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 2 ആണ്. ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ആയതിനാൽ പച്ച, വെള്ള നിറങ്ങളുടെ വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നു. ഇനിയും ബുധനാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഉത്രം, വിശാഖം, മൂലം, തിരുവോണം, പൂരുരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. അപ്പോൾ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. ധനം കൊണ്ട് ജീവിതാവൃത്തി ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വന്നു ചേരും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്, അസ്ട്രോളജി മലയാളം.